ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ, പ്രിയപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, കക്ഷി നേതാക്കളായ പ്രിയങ്കരനായ മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ശ്രീ കെ രാജൻ, പ്രിയപ്പെട്ട ഇൻചാർജ് നിയമസഭാ സെക്രട്ടറി ശ്രീ ഷാജി സി ബേബി, ബഹുമാന്യരായ മന്ത്രിമാർ, നിയമസഭാ അംഗങ്ങൾ, നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ 16ാം കേരള നിയമസഭയുടെ നിയമസഭാ സാമാജികർക്കായുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിരവധി അംഗങ്ങൾ ഈ സഭയിൽ ആദ്യമായി പുതിയതായി എത്തിയവരുണ്ട്. രണ്ടാമതെത്തിയവരും മൂന്നാമതെത്തിയവരും സ്പീക്കറെ പോലെ 8ാമത്തെ പ്രാവശ്യം എത്തിയ ആളുകളും ഒക്കെ ഉണ്ട്. വളരെ സീനിയേഴ്സായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരുടെയും ഒരു മിക്സാണ് നമ്മുടെ സഭ. ഇന്ത്യയിൽ ഏറ്റവും നന്നായി നിയമസഭ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഞാൻ പുതിയതായി വന്ന അംഗങ്ങളോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. നിങ്ങളുടെ പൊതുജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നിയോഗമായി, ഒരു അസൈൻമെൻറ്റായി നിങ്ങളിതിനെ കാണണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. ഇതൊരു വലിയ അസൈൻമെൻറ്റാണ്. ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, ശ്രദ്ധയില്ലാതെ കിടക്കുന്ന വിഷയങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ആരും ശ്രദ്ധിക്കാത്ത വിഷയങ്ങളെ ഫോക്കസിൽ കൊണ്ടുവരാൻ, ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരമുണ്ടാക്കാൻ ഒക്കെയുള്ള നിരവധി ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് നമുക്കിത്. നമ്മളെല്ലാം പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിരവധി തലങ്ങളിലുള്ള നിരവധി സെക്ടറിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുന്നവരാണ്. നേരിട്ട് നമ്മളോട് വന്ന് സങ്കടങ്ങൾ പറയുന്നവരാണ് ആളുകൾ. വിവാഹ വീടുകളിൽ പോകുമ്പോൾ, പരിപാടികളിൽ പോകുമ്പോൾ, മരണ വീടുകളിൽ പോകുമ്പോൾ ആളുകളുടെ സങ്കടങ്ങൾ, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സങ്കടങ്ങൾ കേൾക്കുന്നവരാണ് നമ്മൾ. ഒരേ സങ്കടങ്ങൾ ഒന്നിൽ കൂടുതൽ ആളുകൾ തുടർച്ചയായി പറയുമ്പോൾ ഒരു നിയമസഭാ സാമാജികൻ അത് മനസ്സിൽ കുറിക്കണം. അതിന് പരിഹാരമുണ്ടാക്കാൻ, ന്യായമാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു വിഷയം പരിഹാരമുണ്ടാക്കണം എന്ന് മനസ്സിൽ കുറിക്കണം. അത് നിയമസഭയിൽ കൊണ്ടുവന്ന് ചർച്ചയുടെ ഭാഗമാക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോക്കസിൽ കൊണ്ടുവന്ന് അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയും. നിയമസഭാ പ്രവർത്തനം എന്ന് പറയുന്നത് ഭരണഘടനാപരമായുള്ള ഒരവകാശം കൂടിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 208 അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിയമസഭാ നടപടിക്രമങ്ങളുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 208 അനുസരിച്ചിട്ടാണ് നമ്മൾ 314 റൂൾസ് ഉള്ള കേരളത്തിൻ്റെ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഇവിടെ ഉള്ളത്. നമ്മുടെ ലോകസഭയിൽ ദീർഘകാല സേവനം അനുഷ്ഠിച്ച, ഞങ്ങളെല്ലാം സംശയങ്ങൾ ചോദിച്ച് വിളിക്കുന്ന, നിരവധി വർഷക്കാലമായി വിളിക്കുന്ന ശ്രീ PDT ആചാര്യ ഇവിടെയുണ്ട്. ലോകസഭാ പ്രവർത്തനങ്ങൾ, നിയമസഭാ പ്രവർത്തനങ്ങളെല്ലാം ഈ ചട്ടക്കൂടിലാണ്, ഈ റൂൾസ് ഓഫ് പ്രൊസീജിയറിൻ്റെ കീഴിലാണ്. നമ്മൾ കേരള നിയമസഭയിൽ ഉണ്ടാക്കിയ റൂൾസ് ഓഫ് പ്രൊസീജിയറാണ്. അതിൽ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ റൂളുകളുണ്ട്. ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ രാവിലെ ആദ്യം 9 മണിക്ക് തുടങ്ങുന്നത് ചോദ്യോത്തരവേളയാണ് തുടങ്ങുന്നത്. ആ ചോദ്യോത്തരം എങ്ങനെയായിരിക്കണം, എത്ര ദിവസം മുമ്പ് അത് കൊടുക്കണം, കാരണം മന്ത്രിമാർക്ക് അത് മറുപടി പറയാനുള്ള അവസരം കൂടി വേണം. അതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ, ചോദ്യങ്ങൾ ഏത് രൂപത്തിലാകണം, എങ്ങനെ ചോദിക്കാൻ പാടില്ല, എങ്ങനെ ചോദിക്കണം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ റൂൾസിലെ 26 മുതൽ 48 വരെ പറയുന്നുണ്ട്. 26 മുതൽ നോക്കിക്കോ, 26 മുതൽ 48 വരെ. 48 അടിയന്തര ചോദ്യമാണ്. അടിയന്തരമായി ചോദ്യം ചോദിക്കാനുള്ള ഒരവസരമാണ്. സാധാരണ ചോദ്യോത്തര വേള കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന സമയത്തെ 0 ഹവറിനാണ്. 0 ഹവറിന് റൂൾസ് ഓഫ് പ്രൊസീജിയറിലൊന്നും 0 ഹവറിനെ കുറിച്ചുള്ള പരാമർശമില്ല. പക്ഷെ പൊതുവെ നിയമസഭാ സാമാജികരും നിയമസഭയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരെല്ലാം 0 ഹവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവിടെയാണ് സാധാരണ നമ്മുടെ നിയമസഭയിൽ ഏകദേശം എല്ലാ ദിവസവും എന്ന പോലെ റൂൾ 50 വരുന്നത്, അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ വിഷയത്തിന് രാവിലെ ആയിരിക്കും നോട്ടീസ് കൊടുക്കുന്നത്. രാവിലെ നോട്ടീസ് കൊടുത്താൽ
പ്രധാനപ്പെട്ട വിഷയം, അതുമായി ബന്ധപ്പെട്ട ഏത് മന്ത്രിയാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിച്ചാൽ ആ മന്ത്രി സഭയിലെത്തി ഈ നോട്ടീസിന് ആദ്യം മറുപടി പറയും. നോട്ടീസ് കൊടുത്താൽ അത് അവതരിപ്പിക്കും. ആദ്യം മന്ത്രി മറുപടി പറഞ്ഞിട്ടാണ് നോട്ടീസ് കൊടുത്താൽ അവതരിപ്പിക്കുന്നത്. അവതരിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും മന്ത്രിക്ക് മറുപടി പറയാനുള്ള ഒരവകാശമുണ്ട്. വേണമെങ്കിൽ തൃപ്തരാണ്, സാധാരണ പ്രതിപക്ഷത്ത് നിന്നാണ് റൂൾ 50 നോട്ടീസ് എപ്പോഴും കൊടുക്കാറുള്ളത്. കേരളത്തിൻ്റെ ഒരു പ്രീസിഡൻ്റ് അതാണ്, പ്രതിപക്ഷത്ത് നിന്നാണ് കൊടുക്കാറ്. തൃപ്തരായാൽ ഇരിക്കുക പ്രതിപക്ഷം, ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഒരു ഓപ്ഷനുണ്ട്. എന്താണ്? വാക്കൗട്ട് പ്രസംഗങ്ങൾ നടത്താം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്, ഉപനേതാവിന്, കക്ഷി നേതാക്കന്മാർക്ക് വാക്കൗട്ട് നടത്തി. എനിക്ക് തോന്നുന്നു കേരള നിയമസഭയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഏറ്റവും കൂടുതൽ ഫോക്കസിൽ വരുന്ന വിഷയങ്ങൾ ഈ അടിയന്തര പ്രമേയത്തിൻ്റെ റൂൾ 50 നോട്ടീസാണ്. റൂൾ 50 നോട്ടീസിന് റൂൾ 52 അടക്കമുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തെല്ലാം പറയാം, എന്തെല്ലാം പറയാൻ പാടില്ല, സബ് ജുഡീസായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല തുടങ്ങി പിന്നെ കീഴ്വഴക്കങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ വാക്കൗട്ട് പ്രസംഗം നടത്താം. വാക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് വാക്കൗട്ട് നടത്തി നമ്മളെ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി നേരെ വീട്ടിലേക്കല്ല പോകുന്നത്. അതൊരു സിംബോളിക് ആയിട്ടുള്ള, പ്രതീകാത്മകമായിട്ടുള്ളൊരു പ്രതിഷേധമാണ്. മന്ത്രിയുടെ മറുപടിയിലോ പ്രതിഷേധിച്ച് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പുറത്തുപോയി ഒരു ചർച്ചയും പിന്നെ മുടങ്ങാതെ കേരള നിയമസഭയുടെ പ്രീസിഡൻസ് അനുസരിച്ച് തിരിച്ചു വന്ന് ബാക്കിയുള്ള ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ പ്രവർത്തനങ്ങൾ സ്റ്റോൾ ചെയ്ത് അത് മുഴുവൻ സ്തംഭിപ്പിച്ച് പോകാറുണ്ട്. അതൊക്കെ വളരെ റെയറായിട്ടാണ്, കേരളത്തിൽ വളരെ കുറച്ചാണ് നടക്കാറുള്ളത്. മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് വളരെ കുറച്ചാണ് നടക്കാറുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് ഒരു ദിവസം കോളിംഗ് അറ്റൻഷൻ കിട്ടും. രാവിലെ 2 പേർക്ക്. അത് റൂൾ 62 ആണ്. കോളിംഗ് അറ്റൻഷൻ റൂൾ 62 ആണ്. 62 അനുസരിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുക. അതിന് കുറച്ചുകൂടി സമയം കിട്ടും. അത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നിയന്ത്രിതമായി സ്പീക്കർ നിശ്ചയിക്കുന്ന തരത്തിലുള്ള നിയന്ത്രിതമായിട്ടുള്ള സബ്മിഷനുകളാണ്. അത് റൂൾ 304 ആണ് സബ്മിഷൻ. റൂൾ 304 ആണ് സബ്മിഷൻ. അതനുസരിച്ചുള്ള മണ്ഡലത്തിലെ വിഷയങ്ങൾ, പൊതുവായ വിഷയങ്ങൾ, ഇതെല്ലാം കൊണ്ടുവരും. പിന്നീട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ അവസരങ്ങളും നമ്മൾ ഒരു വിഷയത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി, ഇപ്പോൾ നല്ല രീതിയിൽ ഒരു ചോദ്യോത്തര വേള നടക്കുക, ഒരു 4 അംഗങ്ങൾ വിചാരിച്ചാൽ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം, ജനങ്ങളുടെ, ഗവൺമെൻറ്റിൻ്റെ, ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും ഫോക്കസിലേക്ക് എത്തിക്കാൻ പറ്റും. 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മതി. 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പണ്ട് ഒരു നിയമസഭയിൽ ഒരു ചോദ്യം, വിവാഹ ചെലവുകൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ച്. അവരുടെ പണമുള്ള ഒരു വലിയ ആർഭാടമായിട്ട് വിവാഹം നടത്തും, അല്ലാത്തവർ വലിയ കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച വന്നു. അപ്പോൾ വിവാഹത്തിന് നികുതി ഏർപ്പെടുത്തണം കൂടുതൽ എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച, നല്ല ചർച്ച. 3-4 ചോദ്യങ്ങൾ വന്ന് ഉടനെ ഇതിനെതിരായിട്ടുള്ള ഒരു വികാരം വന്നു, ഇതിന് നികുതി ഏർപ്പെടുത്തണം ചിലവ്. അപ്പോൾ ഞാൻ ഇടപെട്ടു. ഞാൻ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു, ഇതൊരു ഇൻഡസ്ട്രിയായിട്ട് കാണണമെന്ന്. വിവാഹം, കാരണം ഒരു വിവാഹം ഒരു കുടുംബം നടത്തുമ്പോൾ അവരൊരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ചിലവാക്കിയാൽ എത്ര പേരുടെ കൈകളിലേക്കാണ് ഇത് പോകുന്നത്, അല്ലേ? പന്തലുകാരൻ, കേറ്ററിങ്ങുകാരൻ, മനസ്സിലായില്ല, പിന്നെ പൂ മേടിക്കുന്ന സ്ഥലത്ത്, ആഭരണം മേടിക്കുന്ന സ്ഥലത്ത്, പിന്നെ ഡ്രസ്സ് മേടിക്കുന്ന സ്ഥലത്ത് തുടങ്ങി പ്രിൻറ്റിങ് തുടങ്ങി എത്ര സ്ഥലത്തേക്കാണ് ആ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മുടെ മണി സർക്കുലേഷൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഭാഗം കൂടി വിവാഹം ഒരു ഇൻഡസ്ട്രി പോലെ ഉണ്ട്. അതെല്ലാവരും ലളിതമായി നടത്താൻ തീരുമാനിച്ചാൽ എത്ര പേര് പട്ടിണിയാവും, എത്ര പേർക്ക് തൊഴിലില്ലാതാവും. അപ്പം നമുക്കൊരു വിഷയത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ, വ്യത്യസ്തമായ സൈഡ്, ചിലപ്പോൾ നമ്മൾ രാവിലെ വന്ന് അവിടെ നിയമസഭയിൽ ഇരിക്കുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറ്റിമറിക്കുന്നതായിരിക്കും പലരും പലരുടേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ. ഞാനത് നിയമസഭയിൽ മുഴുവൻ സമയം ഇരുന്നിരുന്ന ഒരാളാണ്. ക്യാൻറ്റീനിൽ പോയാൽ പോലും, ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാൽ നിയമസഭയിൽ വല്ലതും സംഭവിക്കുമോ? നമ്മൾ മാറി ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ മാറി അവിടെ പോയി ഇരുന്നാൽ നിയമസഭയ്ക്ക് എന്തെങ്കിലും പ്രശ്നമാവുക എന്നുള്ള ആദ്യ കൂടി പെട്ടെന്ന് തിരിച്ചു വന്ന നിയമസഭയിൽ നടപടിക്രമങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. നടപടിക്രമങ്ങൾ, അത് ചിലപ്പോൾ സീനിയേഴ്സായിട്ടുള്ള ആളുകൾ പോലും ശ്രദ്ധിക്കാത്തവരുണ്ട്, അവിടെ ഇരിക്കാത്ത ആളുകളുണ്ട് ചിലർ. നിയമസഭയിൽ പരമാവധി സമയം ഇരുന്ന് നടപടിക്രമങ്ങൾ ശ്രദ്ധിക്കണം. ഭരണഘടന 2 കാര്യങ്ങളാണ്. ഞാൻ ആദ്യം വന്നപ്പോൾ 3 ആഴ്ച 2001 വന്നപ്പോൾ 3 ആഴ്ച നിരീക്ഷിച്ചു. ഒന്ന്, ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുക, ബഡ്ജറ്റിൽ
ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന ബജറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ബജറ്റ് എന്നുള്ള വാക്കുപോലും ഭരണഘടനയിലില്ല. അതൊക്കെ നമ്മൾ നിയമസഭാ അംഗമായിട്ടാണ് അറിയുന്നത്. നോക്കി, ഒന്ന് അതാണ്. 2 ഫിനാൻഷ്യൽ മാറ്റേഴ്സാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല ഫിനാൻസ്, സത്യം ABCD അറിയില്ല. ഞാൻ ഫിനാൻസ് എക്കണോമിക്സ് പഠിച്ചിട്ടുമില്ല. എനിക്ക് 3 ആഴ്ചയായപ്പോൾ പേടിയായി. കാരണം ഫിനാൻസ് പഠിക്കാതെ നല്ല ഒരു നിയമസഭാ സാമാജികനാകാൻ പാടില്ല. ഞാൻ ശരിക്കും പറയട്ടെ, കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായി, അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ആദ്യം ഞാൻ ഫിനാൻസ് പഠിക്കാനാണ് ശ്രമിച്ചത്. ടാക്സ് എനിക്ക് ഒന്നും അറിയില്ല, ടാക്സ് ഒരു കാര്യം അറിയില്ല. പിന്നെ പഠിക്കാൻ ശ്രമിച്ചു. നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ അതിഗംഭീരമായൊരു നിയമസഭാ ലൈബ്രറി നമുക്കുണ്ട്. നമുക്ക് മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ കേട്ട് പഠിക്കാം, സംശയങ്ങൾ ചോദിക്കാം. ചോദിച്ച് നമുക്കൊരു വിഷയത്തെ വളരെ പെട്ടെന്ന് 1-2 വർഷം കൊണ്ട് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു വിഷയത്തെ നമുക്കതിൽ നമ്മളൊരു ചിലപ്പോൾ ഒരു അതോറിറ്റി ഒന്നും ആവില്ല, പക്ഷേ നമുക്ക് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും നമുക്ക് നന്നായി. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിയമസഭാ ലൈബ്രറി നന്നായിട്ട് ഉപയോഗിക്കണം. അതായത് ഇപ്പോൾ ഒരു ഫിനാൻസ് ബില്ല് വന്നു. ഒരു ഫിനാൻസ് ബില്ലിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നമുക്കറിയില്ലല്ലോ. അപ്പം നേരത്തെ ഭയങ്കരമായ പാർലമെൻറ്റേറിയൻസ് ഉണ്ടായിരുന്നു ഈ നിയമസഭയിൽ. പ്രജാമണ്ഡലത്തിൽ, തിരുക്കൊച്ചി നിയമസഭയിൽ നമ്മുടെ ആദ്യത്തെ 57 തൊട്ട് വന്നിരിക്കുന്ന നിയമസഭാംഗങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ പോവും. എനിക്ക് തോന്നുന്നത് തിരുക്കൊച്ചി നിയമസഭയിലെയും നമ്മുടെ 57 മുതലുള്ള നിയമസഭാ പ്രസംഗങ്ങളിലെയും പ്രധാനപ്പെട്ട നിയമസഭാ സാമാജികന്മാരുടെ മുഴുവൻ പ്രസംഗവും ലൈബ്രറി പോയിരുന്നു വായിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 5-8 കൊല്ലം മുഴുവൻ പേരെ വായിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് പറയണത്. അത് പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ, PS നടരാജപിള്ളയുടെ, EMSൻ്റെ, C അച്യുതമേനോൻ്റെ പ്രഗത്ഭരായ ആളുകളുണ്ടായിരുന്നു. പട്ടം താണുപിള്ളയുടെ, ആർ ശങ്കർ ആയിരുന്നു മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം ധനകാര്യ വകുപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് KT ജോർജ് ധനകാര്യമന്ത്രി ആയിരുന്നയാൾ. അങ്ങനെ ഒരുപാട് ആളുകൾ പ്രഗത്ഭരായ, പിന്നീട് KM മാണിയെപ്പോലെ, TM ജേക്കബിനെ പോലുള്ള ഞങ്ങളുടെ കാലത്തുകൂടി വന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള നിയമസഭാംഗങ്ങൾ. ഇപ്പോൾ TM ജേക്കബിൻ്റെ 25 വർഷം അദ്ദേഹം നിയമസഭ ഇത് പൂർത്തിയായപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ 2 വോള്യം ഉണ്ട്. ആ 2 വോള്യം എൻ്റെ ലൈബ്രറിയിലുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എങ്ങനെയാണ് ഒരു വിഷയം, നല്ല പാർലമെൻറ്റേറിയനായിരുന്നു, ഒരു വിഷയം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതുപോലെ അപ്രോച്ച് ചെയ്യണമെന്നല്ല, പക്ഷെ നമുക്കൊരു ഗൈഡ് ലൈനാണ്. ഇതിനു മുൻപുണ്ടായിരുന്ന പാർലമെൻറ്റേറിയന്മാർ ഓരോ വിഷയവും എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് മികച്ച പാർലമെൻറ്റേറിയന്മാർ ഒരു വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിനു മുൻപുള്ള പാർലമെൻറ്റേറിയന്മാർ എങ്ങനെയാണ്, എത്ര രസകരമായ, പണ്ട് ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത് നിയമസഭയിലേക്ക്. ആദ്യത്തെ നിയമസഭയിലെല്ലാം ചിലരുടെ പ്രസംഗം വലിയ പ്രഗത്ഭരായ അഭിഭാഷകരായിരുന്നു, വൊറേഷ്യസ് റീഡർമാരായിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്നൊക്കെ പറഞ്ഞാൽ ആകാശത്തിന് കീഴിലും ആകാശത്തിന് മീതെയുള്ള ഏത് വിഷയത്തെക്കുറിച്ചും അതോറിറ്റി ആയിരുന്നു, പരന്ന വായനക്കാരനായിരുന്നു. EMSനെ പോലുള്ള ആളുകൾ, അച്യുതമേനോനെ പോലുള്ള ആളുകൾ. അച്യുതമേനോൻ ധനകാര്യ മന്ത്രിയായിരുന്നു ആദ്യത്തെ മന്ത്രിസഭയിൽ. ധനകാര്യ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാനൊരിക്കൽ ഈ ഐസക് ധനകാര്യമന്ത്രിയായിരിക്കണപ്പോൾ ലീക്ക് ചെയ്തു ഒരു ഡോക്യുമെൻ്റ്, പ്രസ്സിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഞാനാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. നോക്കിയപ്പോൾ ഈ അച്യുതമേനോൻ്റെ കാലത്ത് ഒരു ലീക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ലീക്ക് ഉണ്ടാക്കിയത് നമ്മുടെ K ബാലകൃഷ്ണൻ, പ്രശസ്തരായ പത്രപ്രവർത്തകൻ K ബാലകൃഷ്ണൻ ചോർത്തിയതാണ് ബജറ്റ് പ്രസംഗം. ഒരു മാധ്യമപ്രവർത്തകൻ, വലിയ വിവാദമായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ അച്യുതമേനോൻ്റെ റിപ്ലൈ എന്തായിരുന്നു, അപ്പോൾ അത് കോട്ട് ചെയ്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസത്തോടെ നമ്മൾ നന്നായി പഠിച്ച് നമ്മളൊരു വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കും. നമ്മളൊക്കെ നല്ല പ്രാസംഗികർ, എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നന്നായി പ്രസംഗിക്കുന്നവർ. ഏത് വിഷയത്തെപ്പറ്റി നമ്മൾ 1 മണിക്കൂർ സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗമല്ല വേണ്ടത്. നിങ്ങളൊരു വിഷയത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ ആദ്യം 10 മിനിറ്റ് പ്രസംഗത്തിന് വേണ്ടി 2-3 മണിക്കൂർ തയ്യാറെടുക്കുമായിരുന്നു. ആ 3 മണിക്കൂർ തയ്യാറെടുക്കുന്നത് മുഴുവൻ പറയാനല്ല. 3 മണിക്കൂർ ആ വിഷയത്തിൽ തയ്യാറെടുത്താൽ ആ വിഷയം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതുവരെയുള്ള മുഴുവൻ കാര്യം, അതിലെ ഏറ്റവും കീ ആയിട്ടുള്ള ടു ദ പോയിൻ്റ് പറഞ്ഞാൽ മതി. ടു ദ പോയിൻ്റ് അത് നമ്മൾ പറഞ്ഞാൽ മതി. അല്ല ആധികാരികമാണ്. ഇത്രയും പഠിച്ചാൽ
നമുക്ക് ആധികാരികമായി പറയാൻ പറ്റും. നമ്മളിങ്ങനെ സാധാരണ നമുക്ക് എന്തും പറയാമല്ലോ, അത് പറയണമല്ലോ. നമുക്ക് ആത്മവിശ്വാസം കൂടും നന്നായി പഠിച്ചാൽ. ഇപ്പം ഞാനൊരു പ്രാക്ടീസ് ചെയ്തിരുന്ന ലോയറായിരുന്നു. പക്ഷെ ഒരു നിയമപ്രശ്നം വന്നാൽ ഞാൻ ഹൈക്കോടതിയിലെ ആ പർട്ടിക്കുലർ സബ്ജക്റ്റിലെ ഒരു സീനിയർ ലോയറെ വിളിച്ച് അദ്ദേഹത്തോട് ചർച്ച ചെയ്യും. ഞാനൊരു വഴി പറഞ്ഞാൽ, അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം പറയും സതീശനെടുത്തിരിക്കുന്ന ലീഗൽ പൊസിഷൻ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയി. ചിലപ്പോൾ അദ്ദേഹം ഒന്ന് കറക്റ്റ് ചെയ്യും, ചിലപ്പോൾ അദ്ദേഹം 2 പോയിൻ്റ് ആഡ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ടായിട്ട് പ്രസംഗത്തിന് മുമ്പ് ഒരു ആശയവിനിമയം നടത്തിയാൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റും. നന്നായി പഠിച്ച് നല്ല ആധികാരികമായി സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ശക്തി കൂടും. അത് അടിവരയിട്ടിട്ടാണ് നമ്മൾ പറയണത്, മാറ്റേണ്ടി വരില്ല. പിന്നീട് സംശയത്തിലാണ് പറയണമെങ്കിൽ ആ പറച്ചിൽ തന്നെ കേൾക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ പഠിച്ചിട്ട് പോയി പറഞ്ഞാൽ അങ്ങനെ ഓരോ സബ്ജക്റ്റും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമായതുകൊണ്ട് എൻ്റെ കൺട്രോൾ പോകും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കുക. കാരണം ഞാൻ നിങ്ങളോട് പറയാൻ, ഞാനിത് പാഷനേറ്റായിട്ട് ആണ് നിയമസഭാ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളാണ്. കാരണം ഇതിൻ്റെ മുമ്പിൽ കൂടി നടന്നിട്ടുണ്ടേ. ഏത് നിയമസഭയുടെ മുമ്പിൽ കൂടി വെറുതെ പണ്ട് നടന്നിട്ടുണ്ട്, പഠിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ. അപ്പോഴേ നോട്ടോട്ട് നടക്കുമായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ ഇവിടെ വരാൻ കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിലാണ്, പാഷനേറ്റായിട്ട് നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ മുറിക്കുക. നമുക്ക് ശ്രദ്ധേയം ഇപ്പം ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മളതിൽ പങ്കാളിയാവുകയാണ്. നാടിനെ മുഴുവൻ ബാധിക്കുന്ന, നാടിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ നിയമനിർമ്മാണത്തിലൂടെ നമ്മൾ പോകുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ആലോചിച്ചിരുന്നത് നിയമസഭാ സാമാജികൻ എന്നല്ല, ഇവിടെ പാസ്സാക്കിയൊരു നിയമം പിന്നെ ഒരു ആക്റ്റായി, ബില്ല് പാസ്സായി ആക്റ്റായി ഒരു ജഡ്ജിൻ്റെ കയ്യിലെത്തുകയാണ്, ഹൈക്കോടതി ജഡ്ജിയുടെ കയ്യിലെത്തുകയാണ്. അത് മോശമാണെങ്കിൽ ചിലപ്പോൾ ഹൈക്കോടതി ജഡ്ജി കമൻ്റൊന്നും പറയില്ല, മനസ്സിൽ വിചാരിക്കും ഇതാരാണിത് പാസ്സാക്കിയത്, ആരൊക്കെ കൂടിയാണ് പാസ്സാക്കിയത്, നിയമസഭയുടെ അന്തസ്സ് പോകും. അപ്പം നമ്മൾ ഓരോ പ്രൊവിഷൻസും നമ്മൾ നോക്കി. എന്നെ ആദ്യം കളിയാക്കുകയായിരുന്നു, ഞങ്ങളൊക്കെ 100-300 അമെൻമെൻറ്റ് കൊടുക്കും ലെജിസ്ലേഷനിൽ, കോമയൊക്കെ കൊടുക്കും. കോമയ്ക്ക് അമെൻമെൻറ്റ് കൊടുക്കാമെന്ന് ചോദിക്കും. കോമ നിയമത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കോമ മാറിപ്പോയാൽ വേറെ തരത്തിൽ അവിടെ ഒരു മികച്ച അഭിഭാഷകൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. അതിനെ പർപ്പസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും ഒരു മികച്ച അഭിഭാഷകന്. കോമ വളരെ ഇമ്പോർട്ടൻ്റാണ്. സൂക്ഷ്മതയോടുകൂടി നിയമനിർമ്മാണം നടത്തി ആ നിയമനിർമ്മാണത്തിൽ നമ്മൾ പങ്കാളികളാകണം. നമ്മൾ ഇരുന്ന് പഠിച്ച് അമെൻമെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ഒരു ചുവട്ട് തൊഴിലാളിയെ സംബന്ധിച്ചൊരു നിയമം വന്നാൽ നമ്മൾ ആ ടാർഗറ്റ് ഗ്രൂപ്പ്, ഏത് ടാർഗറ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കുന്നത്, ആ ടാർഗറ്റ് ഗ്രൂപ്പിലെ ഒരാളായി നമ്മൾ മാറണം. നമ്മൾ മാറി ഈ നിയമം നടപ്പാക്കിയാൽ ആ ചുവട്ട് തൊഴിലാളിക്ക് വേറെ വല്ല ദോഷം വരുമോ, അയാളുടെ വരുമാനം കുറയുമോ, അയാളുടെ ജീവിത സാഹചര്യങ്ങൾ പിന്നോട്ട് പോവുമോ, നമ്മൾ ആലോചിക്കണം. അത് കശുവണ്ടി തൊഴിലാളിയാണെങ്കിലും ചുവട്ട് തൊഴിലാളിയാണെങ്കിലും ഒരു കർഷകനാണെങ്കിലും കർഷക തൊഴിലാളിയാണെങ്കിലും നിയമമുണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആ ടാർഗറ്റ് ആരെയാണ് ഉദ്ദേശിച്ചത് വെച്ചാൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അപ്പം ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയിരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ലീഗൽ ഫ്രെയിമിൽ ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കാം. അവർ ചിലപ്പോൾ മൈൻഡ് അപ്ലൈ ചെയ്ത് കാണത്തില്ല. പലതരത്തിൽ നമ്മൾ 2 രീതിയിൽ, ഒന്ന് ലീഗലായിട്ടുള്ള മൈൻഡ് അപ്ലൈ ചെയ്യണം, 2 നമ്മൾ ജനപ്രതിനിധികളാണ്, ജനങ്ങളെ പ്രതിനിധാനം ചെയ്ത് വന്നിരിക്കുന്നവരാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അവരെ ദോഷകരമായി ബാധിക്കുന്ന എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ നമ്മളാണത് ചൂണ്ടിക്കാട്ടി, നമ്മളാണ് അതിൻ്റെ അകത്ത് അമെൻമെൻറ്റ് കൊണ്ടുവന്ന്, നമ്മളാണ് ആ നിയമത്തെ ഏറ്റവും കരുത്തുറ്റ ഒരു നിയമമാക്കി മാറ്റുന്നത്. നന്നായി നടക്കുന്ന 1ാം വായനയിലും 2ാം വായനയിലും അമെൻമെൻറ്റ്സിലും 3ാം വായനയിലും ഒക്കെ ഒരു നിയമത്തെ ഏറ്റവും മികച്ച ഒരു നിയമമാക്കി മാറ്റാൻ നല്ല ടീം ഓഫ് പാർലമെൻറ്റേറിയൻസ് ഉണ്ടെങ്കിൽ പറ്റും. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ 195 രാജ്യങ്ങൾ കൂടി തയ്യാറാക്കിയ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ട്, IPCC റിപ്പോർട്ട് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നടത്തിയ അനാലിസിസ് നിയമസഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. ഇല്ലേ, വിഷ്ണു അല്ലേ? നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. ഞങ്ങളെ പലരും കളിയാക്കി. പിന്നെ IPCC റിപ്പോർട്ട് നാസയാണ് നിയമസഭയെ കൊണ്ടുവന്ന്. ഞങ്ങളെന്താ അത് കൊണ്ടുവരാൻ കാര്യം? ആ റിപ്പോർട്ടിൽ
ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ കേരളത്തെ ബാധിക്കുന്ന ഗൗരവതരമായ ഈ അറേബ്യൻ ഇതിനെ ബാധിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഗവൺമെൻറ് അതിന് മറുപടി പറഞ്ഞു, ഗംഭീരമായി ചർച്ച ചെയ്തു. പിന്നീട് ഞാൻ അറിഞ്ഞത് ആ IPCC റിപ്പോർട്ട് ലോകത്തിലെ ഒരു ലെജിസ്ലേച്ചറും ചർച്ച ചെയ്തിട്ടില്ലെന്നാ. അത് ചർച്ച ചെയ്ത ഏക ലെജിസ്ലേച്ചർ നമ്മുടെ നിയമസഭയാണ്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഗ്ലോബലായിട്ടുള്ള വിഷയങ്ങൾ, പുതിയ സബ്ജക്ട്സ്, പുതിയ കാര്യങ്ങൾ, വിജ്ഞാന വിസ്ഫോടനം നടക്കുന്നൊരു കാലമാണ്. നോളജ് എക്സ്പ്ലോഷൻ. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പുതിയ കാര്യങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുതിയ കാര്യങ്ങൾ ലോകത്ത് പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ നിയമസഭയിലെ ചർച്ചകൾക്കുണ്ടാകണം. ഇത് ഡെമോക്രസിയാണ്. ഡെമോക്രസി ഈസ് എ ഡിസ്കോഴ്സ്, അല്ലേ? അതൊരു ഡിബേറ്റാണ്. നമ്മൾ എപ്പോഴും ആലോചിക്കണം. നമ്മൾ നടത്താറുണ്ട് നല്ല ഡിബേറ്റും ഡിസ്കോഴ്സും ഒക്കെ നടത്താറുണ്ട്. പക്ഷേ നമ്മൾ നടത്തുന്ന എല്ലാ ഡിസ്കോഴ്സിനും എല്ലാ ഡിബേറ്റിനും ഒരു ഔട്ട്കം ഉണ്ടാവണം. ഔട്ട്കം, ഒരു പരിണതഫലം ഉണ്ടാവണം, റിസൾട്ട് ഉണ്ടാകണം. നമ്മൾ തമ്മിൽ വാശിയോടെ ചർച്ച ചെയ്ത് അവസാനം ഒരു റിസൾട്ട് ഉണ്ടാകണം. ആ ഔട്ട്കം എന്ന് പറയുന്നത് സാധാരണക്കാരന് ആയിരിക്കണം അതിൻ്റെ ബെനഫിഷ്യറി. അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ആവേശത്തോടെ പോരാടുന്നത്. ആർക്കും പ്രയോജനമില്ലാത്ത ഡിബേറ്റുകളും ഡിസ്കോഴ്സുകളും അല്ല, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഉണ്ടാകണം. ആ ചർച്ചകളാണ് വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള, വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന, വ്യത്യസ്തമായ മതവിശ്വാസങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ. ഒരുപാട് ആളുകളെ കേരളത്തിലെ ഈ 3.5 കോടിയോളം വരുന്ന ജനങ്ങളെ മുഴുവൻ പ്രതിനിധാനം ചെയ്ത് അവരുടെ ക്രോസ് സെക്ഷനായി, അവരുടെ ഒരു പരിച്ഛേദമായി അവർ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന 140 പേരാണ് നമ്മളെന്നുള്ള അഭിമാനബോധത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി മികച്ച പാർലമെൻറ്റേറിയൻസായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഇവിടെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങളെ ആ വഴിക്ക് നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.